ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും കുട്ടി ഫാമിലി വ്ളോഗാട്ടോ. വേറൊന്നുമല്ല, പിള്ളേരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തു വന്ന് അവർക്കിടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. അവർ കുറച്ചു നേരം കളിച്ചിട്ട് അവരുടെ എനർജി ഒന്ന് ലോ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി, കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഇൻഡോർ പാർക്കിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ പക്ഷേ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അവിടെ അടുത്ത് ചാടണുണ്ടോ? താഴത്ത് പിന്നെ കുറച്ച് മാറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് സേഫാണ്. അവൻ ചാടണ പോലെ ഇവിടെയും ചാടാൻ നോക്കുന്നുണ്ട്. പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് ഏകദേശം 90s നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. നമ്മളൊക്കെ വീടിൻ്റെ മുറ്റത്ത് വല്ല പാടത്തോ പറമ്പിലോ അല്ല വല്ല ചെളിയിലോ അല്ല തോട്ടിലൊക്കെ മീൻ പിടിക്കാനൊക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ കളിച്ചിരുന്നിട്ടുള്ളത്. ക്രിക്കറ്റ് കളിക്കാൻ പോവും. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ വിടാറുമില്ല. അപ്പം അതിന് മുമ്പത്തെ ജനറേഷൻ ഉണ്ട്, അതായത് 70s 80s അവരെല്ലാവരും ആ സമയങ്ങളിൽ എന്ത് ചെയ്യായിരുന്നു എന്നൊന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു അറിവിൽ അവർ വട്ട് കളിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ ആക്ച്വലി നമുക്ക് അറിയില്ലല്ലേ നമ്മുടെ 70s 80s കാലഘട്ടത്തിൽ അവർ ചെറുപ്പത്തിൽ അവരെന്ത് ചെയ്യായിരുന്നു. നിങ്ങളറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ നാളായി അമ്മു ഇങ്ങനെ പറയണു പിള്ളേരെ കൊണ്ടൊന്ന് പുറത്തു പോകണം. ഞാനും വിചാരിച്ചിരുന്നു അവരെ പാർക്കിൽ കൊണ്ടുപോകണം എന്നൊക്കെയാണ്. അപ്പം പുറത്ത് നല്ല മഴയായതുകൊണ്ടാണ് ഇൻഡോറുള്ള സേഫായിട്ടുള്ളൊരു പാർക്കിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ അത്യാവശ്യം ബോൾസ് കളിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. എടുത്ത് ചാടുമ്പോൾ വല്ലതും പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാണ്ടിരുന്നായി. പിള്ളേരുടെ വഴിക്ക് കിടന്ന് കളിച്ചോട്ടെ, ആ ഒരു മൈൻഡിൽ വിട്ടാൽ മതി. ആർക്കും ദേഹോദരം ഇല്ലാണ്ട് കളിക്കുമ്പോൾ ആണല്ലോ ഹെൽത്തി ആയിട്ടുള്ള ഗെയിംസ് ഉണ്ടാകുന്നത്. കണ്ണൻ്റെ കുഞ്ഞിൻ്റെ ഭയങ്കര ആഗ്രഹമാട്ടോ ഈ ഒരു വണ്ടി മേടിക്കുന്നത്. പക്ഷെ ഞാനാ സമ്മതിക്കാത്തത്. കാരണം ഈ ഒരു വണ്ടി മേടിച്ചിട്ടുള്ള എല്ലാ വീട്ടിലും അതൊരു 2 മാസത്തിനുള്ളിൽ അതിൻ്റെ ബാറ്ററി തീർന്ന് പിന്നെ ഓട്ടം നിന്ന് പിന്നെ വലിയ പർപ്പസില്ലാണ്ട് അത് പയ്യെ കിടന്ന് നശിക്കും. ആദ്യം ചിലപ്പോൾ ബാറ്ററി പോകും, ചിലപ്പോൾ അതിൻ്റെ മോട്ടർ പോകും, അങ്ങനെ കിടന്നത് നശിച്ചു പോകും. ആ സ്കീമിലേക്ക് മാറും. അപ്പം അതുകൊണ്ട് അവർ വണ്ടി കയറുമെന്ന് പറയുമ്പോൾ ഞാൻ നേരെ TMSലേക്ക് കൊണ്ടുവന്ന് ഇവിടെ 2 കറക്കും. തൽക്കാലത്തേക്ക് ഒരു സന്തോഷം കിട്ടും അവർക്ക്. വണ്ടി മേടിച്ച് ഏകദേശം ഒരു 10-17,000 രൂപ വരും ഇതിൻ്റെ വില. ഒരു 10,000 രൂപയ്ക്ക് പോലെ കിട്ടുമായിരിക്കും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഡ് മണിയാണ്. ആ പൈസ നമുക്ക് പിള്ളേരുടെ പേരിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഞാൻ അങ്ങനെയായിട്ട് ചിന്തിക്കണേ. അങ്ങനെ വണ്ടിയിലെ കറക്കം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇത് കാണുന്നത്. ഇവിടെ എല്ലാത്തിനും ഓരോ കോയിൻസായിട്ട് യൂസ് ചെയ്യണേ. ഓരോ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് വെച്ചിട്ട് ഓരോ റൈഡിലും കയറിയിരിക്കാം. അതുപോലെ കോയിന് ലാസ്റ്റ് നമ്മൾ പൈസ കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ ടോട്ടൽ എത്ര കോയിൻ എടുത്തു അത്രയും പൈസ. ചിലപ്പോൾ ഒരു കോയിൻ 50 രൂപ വെച്ചായിരിക്കും, ചിലപ്പോൾ 40 രൂപ വെച്ചായിരിക്കും. അത് ഡിപ്പെൻസ് ആട്ടോ. നമ്മുടെ പെരുമ്പാവൂർ ഇന്നും പലർക്കും അറിയാൻ പാടുള്ള TMSൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടെന്നുള്ളത്. അതൊരു കിഡ്സ് കോർണർ. ഒരു 1-2 മണിക്കൂർ വന്നു കഴിഞ്ഞാൽ അവിടെ പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഗെയിമിംഗ് ഒക്കെ ആയിട്ട് അത്യാവശ്യം റിലാക്സ് ചെയ്തിരിക്കാൻ പാകത്തിനുള്ളൊരു സ്പോട്ട് ഉണ്ടെന്നുള്ളത് ഇന്നും പലർക്കും പെരുമ്പാവൂരിൽ അറിയാൻ പാടാത്തൊരു കാര്യമാണ്. പണ്ടത്തെ കാലമല്ല, കാലം ഒരുപാട് മാറി. കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കോലങ്ങളും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുപാടും സിറ്റുവേഷനും നമ്മുടെ ഓരോ രീതിയും മാറിക്കൊണ്ടിരിക്കും. പണ്ട് പാടത്തും പറമ്പിലും ഒക്കെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ആ ചെളി കുറച്ച് നടന്നുകൊണ്ടിരുന്ന പിള്ളേരല്ല ഇന്നത്തെ ജനറേഷൻ. ഇന്ന് അവർ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഗെയിംസിലും എല്ലാത്തിലും അഡിക്റ്റഡ് ആയിട്ട് വരാണ്. സോ അവർക്കുള്ള ഗെയിമിങ്ങിൻ്റെ അല്ലെങ്കിൽ അവരെ ഏത് രീതിയിൽ അവർ ആക്റ്റീവ് ആയിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും ആ രീതി നമ്മളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ അവർക്കൊരു വഴി പിടിച്ച് കാണിച്ചു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് അവർ വലുതായി വരുന്നവരെങ്കിലും ഇങ്ങനെയാണ് എന്നൊരു വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. സോ അപ്പോൾ പെരുമ്പാവൂർ TMSൽ ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട്. ഉടനെ തന്നെ നിങ്ങളും നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരിക. ഇവിടെ കളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു ഐസ്ക്രീം കഴിക്കാനൊക്കെ ഉള്ള ഒരു ഫുഡ് കൗണ്ടറും ഇവിടെ തന്നെയുണ്ട്. ഒരു ഞായറാഴ്ച ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 to 5 അല്ലെങ്കിൽ 6 നിങ്ങൾക്ക് ഈസിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സേഫായിട്ടുള്ള ഒരു സ്പോട്ടാണ്. ചേട്ടനും ചേച്ചിയും പനിയാണെങ്കിലും ഇച്ചിരി ഐസ്ക്രീമൊക്കെ കഴിച്ച് ചാർജായിട്ടിരിക്കുകയാണ്. കുഞ്ഞൂട്ടൻ ഇതൊക്കെ നോക്കി കണ്ടിരിപ്പുണ്ട്. അടുത്തത് എൻ്റെ ഒഴിവാണെന്നും പറഞ്ഞുകൊണ്ട്
അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.